Property 6. If to each element of any row or column of a determinant, the equimultiplies of corresponding elements of other row or column are added, then the value of determinant remains the same. That is, the value of determinant remains same if we apply the operation Ri to Ri plus Krj or Ci to Ci plus Kcj. അതായത് ഒരു ഡിറ്റർമിനൻ്റ് എടുക്കുക, അതിന് ഏതെങ്കിലും റോയോ കോളോ അതിൽ ഓരോ എലമെൻറ്റിനും ഒരു മൾട്ടിപ്പിൾ കൊണ്ട്, അതായത് ഒരു കോൺസ്റ്റൻറ്റ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് റോയോ കോളോ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിറ്റർമിനൻ്റ് വാല്യൂവിന് മാറ്റമില്ല. അതായത് നമ്മൾ Riനെ Ri പ്ലസ് കെ ആർ ജെയോ അല്ലെങ്കിൽ Ciനെ Ci പ്ലസ് കെ സി ജെയോ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് വാല്യൂവിന് മാറ്റം ഇല്ല. If to each element of any row or column of a determinant, the equimultiplies of corresponding elements of other row or column are added, then the value of determinant remains the same. That is, the value of determinant remains same if we apply the operation Ri to Ri plus Krj or Ci to Ci plus Kcj. Verification. Let delta is equal to determinant a1, a2, a3, b1, b2, b3, c1, c2, c3. And നമ്മൾ ഇനി അടുത്ത് ഡെൽറ്റ 1 കണ്ടുപിടിക്കുകയാണ്. ഡെൽറ്റ 1 is equal to determinant a1 plus kc1, a2 plus kc2, a3 plus kc3, b1, b2, b3, c1, c2, c3, where delta 1 is obtained by the operation r1 to R1 plus KR3. അതായത് ഡെൽറ്റ 1 എങ്ങനെ കിട്ടുന്നത്? ഫസ്റ്റ് റോ എടുക്കുക, ആ ഫസ്റ്റ് റോയിൽ ഒരു ഓപ്പറേഷൻ ഉപയോഗിക്കണം R1ന് R1 പ്ലസ് KR3. ഹിയർ വി ഹാവ് മൾട്ടിപ്ലൈഡ് ദ എലമെൻറ്റ്സ് ഓഫ് ദ തേർഡ് റോ ബൈ എ കോൺസ്റ്റൻറ്റ് K ആൻഡ് ആഡഡ് ദം ടു ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് റോ. അതായത് ഇവിടെ നമ്മൾ തേർഡ് റോയിൽ എലമെൻറ്റ്സ് എടുക്കുകയാണ്, അതിനൊരു കോൺസ്റ്റൻറ്റ് K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് റോയിൽ എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഹിയർ വി ഹാവ് മൾട്ടിപ്ലൈഡ് ദ എലമെൻറ്റ്സ് ഓഫ് തേർഡ് റോ R3 ബൈ എ കോൺസ്റ്റൻറ്റ് K ആൻഡ് ആഡഡ് ദം ടു ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് റോ R1. Symbolically, we write this operation as R1 to R1 plus KR3. By property 5, if some or all elements of a row or column of a determinant are expressed as sum of two or more terms, then the determinant can be expressed as sum of two or more determinants. Property 5 പറയുന്നത് എന്താ? ഒരു ഡിറ്റർമിനൻ്റ് റോയിലോ കോളത്തിലോ ഒന്നുകിൽ എല്ലാ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ചില എലമെൻറ്റ്സ്, അതിന് നമുക്ക് സം ഓഫ് 2 ടേംസ് ഓ സം ഓഫ് 3 ടേംസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാമെങ്കിൽ ആ ഡിറ്റർമിനൻ്റ് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഡിറ്റർമിനൻ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് 2 determinants or sum of 3 determinants and so on. So using this property, now again delta 1 is equal to, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് അതിനെ സം ഓഫ് 2 determinants ആക്കാം. So this is equal to determinant a1, a2, a3, b1, b2, b3, c1, c2, c3 plus determinant kc1, kc2, kc3, b1, b2, b3, c1, c2, c3. അപ്പോൾ പ്രോപ്പർട്ടി 5 ഉപയോഗിച്ച് അത് ചെയ്തു. ഇനി അടുത്ത് അതിൽ രണ്ടാമത്തെ നോക്കിയേ, സിൻസ് R1 ആൻഡ് R3 ആർ പ്രൊപ്പോർഷണൽ ടു ദ സെക്കൻഡ് ഡിറ്റർമിനൻ്റ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ, സെക്കൻഡ് വൺ R1 R3 പ്രൊപ്പോർഷണൽ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഹെൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1. ഇനി അതിൻ്റെ റിമാർക്സ്. ഫസ്റ്റ് വൺ, if delta 1 is a determinant obtained by applying Ri to Kri or applying Ci to Kci to the determinant delta, then delta 1 is equal to K delta. ഇപ്പോൾ റിമാർക്ക് 1 പറയുന്നത് ഡെൽറ്റ 1 എന്ന് പറഞ്ഞ ഒരു ഡിറ്റർമിനൻ്റ് ആണ്. അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താ? ഒന്നുകിൽ Riക്ക് Kri അല്ലെങ്കിൽ Ciക്ക് Kci ടു ദ ഗിവൺ ഡിറ്റർമിനൻ്റ്. ഡെൽറ്റയ്ക്ക് ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിറ്റർമിനൻ്റ് ആണ് ഡെൽറ്റ 1. Then delta 1 is equal to K delta. അതാണ് remark number 1. Remark number 2, if more than one operation like Ri
to Ri plus k Rj is done in one step, k should be taken to see that a row that is affected in one operation should not be used in another operation. A similar remark applies to column operations. അതായത് നമ്മൾ Ri പ്ലസ് കെ ആർ ജെ അതൊരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ച് വേണം. ഇതേ സംഭവം തന്നെയാണ് കോളം ഓപ്പറേഷനിലും. സോ കെയർ ഷുഡ് ബി ടേക്കൺ ടു സീ എ റോ that is affected in one operation should not be used in another operation.